ലൈറ്റർ ഷെയ്ഡ്സിനകത്ത് ചിക്കൻകാരി വർക്കിൽ വന്നേക്കുന്ന ജോർജറ്റ് അൺസ്റ്റിച്ചഡ് സൽവാർ സെറ്റിൻ്റെ കളക്ഷൻ. നല്ലൊരു ബ്യൂട്ടിഫുൾ കളർ പാലറ്റിലാണ് വന്നേക്കുന്നത്. ലൈറ്റ് ആൻഡ് ഡാർക്കർ ഒരു ഷെയ്ഡഡ് എഫക്റ്റിലും കൂടി വന്നേക്കുന്ന ഒരു കളർ പാലറ്റ്. നമുക്കിതിൻ്റെ ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ള ഒരു ലുക്ക് നോക്കാം കേട്ടോ. ടോപ്പിനകത്ത് ഫ്രണ്ട് പോർഷൻ ഫുള്ളായിട്ട് ഹാൻഡിൽ ഫിനിഷ് ചെയ്തേക്കുന്ന ചിക്കൻകാരി വർക്ക് ഡീറ്റെയിലിംഗ് ആണ് വരുന്നത്. യോക്ക് പോർഷനിൽ ഒരു സ്ക്വയർ പാറ്റേൺ കൊടുത്തിട്ട് അതിനകത്ത് ഫുള്ളായിട്ട് ഒരു ഫ്ലോറൽ പാറ്റേൺ, അതിൻ്റെ കൂടെ തന്നെ ഫ്രഞ്ച് നോട്ടിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷനാണ് കൊണ്ടുവന്നേക്കുന്നത്. ബോഡിയിൽ ഫുള്ളായിട്ട് നമുക്ക് സെയിം കളർ ത്രെഡ്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു വർക്ക് ഡീറ്റെയിലിംഗ്, മെയിൻ സൈഡൊക്കെ നീറ്റായിട്ടുള്ള ഒരു ഫുള്ളായിട്ട് ഹാൻഡിൽ ഫിനിഷ് ചെയ്തേക്കാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ലോങ് ത്രെഡ്സും നോട്ട്സും ഒക്കെ കാണാൻ പറ്റുന്നത്. ഹെറിംഗ് ബോണിൻ്റെ ഒരു സിമിലർ ലുക്കാണ് ബാക്ക് പോർഷനിൽ നമുക്ക് ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്നത്. ഇനി ഇതിനകത്തൊരു ഷെയ്ഡഡ് എഫക്റ്റ് വരുന്നുണ്ട്. അപ്പറിലോട്ട് വരുമ്പോൾ ഒരു ലൈറ്റർ ഗ്രീൻ ഷെയ്ഡ്, ലോവറിലോട്ട് പോകുമ്പോൾ ഒരു ഡാർക്ക് പാലറ്റിലോട്ട് പോകുന്ന ഒരു മൂവ്മെൻ്റ് ആണ് കൊടുത്തേക്കുന്നത്. ബാക്ക് പോർഷൻ സോളിഡ് ആൻഡ് സ്ലീവിൻ്റെ പോർഷനിൽ നമുക്ക് വർക്ക് ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. സ്ലീവിന് വേണ്ടിയിട്ട് നമുക്കൊരു 3/4 സ്ലീവിന് വേണ്ടിയിട്ടുള്ളൊരു പ്ലേസ്മെൻറ്റ് ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. ഒരു ബോർഡർ പാറ്റേൺ കൊടുത്ത് അതിൻ്റെ കൂടെ തന്നെ കുഞ്ഞു ഫ്ലവേഴ്സിൻ്റെ ഒരു ലുക്ക്. സെയിം നമുക്ക് ജോർജറ്റിൽ തന്നെ വന്നേക്കുന്ന ദുപ്പട്ടയാട്ടോ ഇതിനോട് വരുന്നത്. ഇതിനകത്തും ഒരു ഷെയ്ഡഡ് എഫക്റ്റ് വരുന്നുണ്ട്. സെൻറ്റർ പോർഷനിൽ ലൈറ്റർ ഷെയ്ഡ്, ആഞ്ചൽ പോർഷനിലോട്ട് വരുമ്പോൾ ഒരു ഡാർക്കർ പാലറ്റിലോട്ട് പോകുന്ന ഒരു ലുക്ക്. പിന്നെ അതിൻ്റെ ആഞ്ചൽ പോർഷനിലും സെയിം ചിക്കൻകാരി വർക്ക് ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. ഒരു ലീഫിനൊക്കെ പറ്റുന്ന ഒരു സിമിലർ പാറ്റേൺ ആണ് കൊടുത്തേക്കുന്നത്. ആൻഡ് സെറ്റൂളിൽ വന്നേക്കുന്ന ബോട്ടം. നമുക്കിതിൻ്റെ ബാക്കി കളർ കാണാം. ഒരു 2 കളറും കൂടി അവൈലബിൾ ആട്ടോ. നെക്സ്റ്റ് വന്നേക്കുന്നത് ഈ ഒരു പിങ്കിൽ നിന്ന് മോവിലോട്ട് പോകുന്നൊരു എഫക്റ്റ് ആട്ടോ ഇതിനകത്ത് വന്നേക്കുന്നത്. ഒരു റൗണ്ട് നെക്ക് കൊടുത്തിട്ട് അതിനകത്തൊരു സ്ലിറ്റഡ് പാറ്റേൺ ആണ് കൊണ്ടുവന്നേക്കുന്നത്. അപ്പർ പോർഷനിലോട്ട് ഒരു ലൈറ്റ് ബേബി പിങ്കും ലോവറിലോട്ട് വരുമ്പോഴത്തേനും ഒരു മോവ് ഷെയ്ഡിലോട്ടുമാണ് പോകുന്നത്. ഇനി ഈ ഒരു ഷെയ്ഡഡ് എഫക്റ്റിൽ തന്നെ വന്നേക്കുന്ന ദുപ്പട്ട. ഒരു ജോർജറ്റ് എപ്പോഴും നമുക്ക് ഭയങ്കര ഒതുക്കി ഫിഗറിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫാബ്രിക്കാണ്. ഇപ്പോൾ കുറച്ചൊരു തടിയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പോലും നല്ല ഒതുക്കത്തിന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫാബ്രിക്. ആൻഡ് നെക്സ്റ്റ് വന്നേക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നേക്കുന്ന ഒരു ലാവൻഡർ പാലറ്റ് ആട്ടോ. ഇതിനകത്ത് അപ്പറിലോട്ട് വരുമ്പോഴത്തേനും ഒരു ലൈറ്റ് ലാവൻഡർ, ലോവറിലോട്ട് പോകുമ്പോൾ കുറച്ചൊരു ഡാർക്കർ ലാവൻഡർ പാലറ്റിൽ തന്നെയാണ് പോകുന്നത്. നല്ല രസമുള്ള ഒരു കളർ പാലറ്റ് ആട്ടോ. നമുക്കൊരു ഫംഗ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻ. ഇതിൻ്റെ കോഡ് വരുന്നത് GMA 113. പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത് 5849. ഇതിൻ്റെ ട്രേപ്പ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഈ ഒരു വീഡിയോൻ്റെ താഴെ ലിങ്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. കോട്ടയിൽ വന്നിട്ടുള്ള അൺസ്റ്റിച്ചഡ് സൽവാർ സെറ്റ്സിൻ്റെ കളക്ഷൻസ് ആണ് ഇന്ന് നോക്കാൻ പോകുന്നത്. എല്ലാം ഒരു ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സിൽ വന്നിട്ടുള്ള ഷെയ്ഡ്സാണ്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് ഈ ഒരു റെഡ് ആൻഡ് ബ്ലാക്കിൻ്റെ കോമ്പിനേഷനാണ്. ആൻഡ് ബോഡിയിൽ നോക്കുവാണെങ്കിൽ ആ ഒരു യോക്ക് പോർഷനിൽ ഫുള്ളായിട്ട് നമുക്ക് ആ ഒരു റെഡിൻ്റെ കോമ്പിനേഷനാണ് ഫുള്ളി വന്നിട്ടുള്ളത്. ആൻഡ് ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് ആണ് ആ ഒരു യോക്ക് പോർഷൻ ഫുള്ളായിട്ട് നമുക്ക് പ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളത്. ആൻഡ് അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ട് ആ ഒരു നൽകോണ്ടയുടെ മിറേഴ്സും കൂടെ ഫുള്ളി നമുക്ക് പ്ലേസ് ചെയ്ത് വന്നിട്ടുണ്ട്. ആ ഒരു 2 സൈഡിലും ബ്ലാക്കിൻ്റെ കോമ്പിനേഷനാണ് 2 സൈഡിലും വരുന്നത്. ആൻഡ് റെഡിൽ വന്നിട്ടുള്ള ബോട്ടത്തിൽ നമുക്ക് ഒരു ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റാണ് പ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളത്. ആൻഡ് ഷിഫോണിൽ വന്നിട്ടുള്ള ദുപ്പട്ടയിലും സെയിം ആയിട്ട് വന്നിട്ടുള്ള ആ ഒരു ബ്ലോക്ക് പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതൊരു ഡബിൾ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. ആ ഒരു ബ്ലാക്കിൻ്റെയും റെഡിൻ്റെയും ഷെയ്ഡിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് ആ ഒരു ഷെയ്ഡ് നമുക്ക് പ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളത്. ഫസ്റ്റ് ലുക്ക് വരുന്നത് ഇതാണ്. ആൻഡ് സെക്കൻഡ് വൺ വരുന്നത് ഈ ഒരു ബ്ലൂ ഷെയ്ഡിലാണ്. ഒരു ലൈറ്റർ ബ്ലൂ ആൻഡ് ഡാർക്കർ പാലറ്റിലാണ് ആ ഒരു ബ്ലൂ ഷെയ്ഡ് വന്നിട്ടുള്ളത്. ആൻഡ് അപ്പർ പോർഷനിൽ നോക്കുവാണെങ്കിൽ ആ ഒരു ഡാർക്കർ ഷെയ്ഡും ലോവർ പോർഷനിൽ ആ ഒരു ലൈറ്റർ ഷെയ്ഡുമാണ് വന്നിട്ടുള്ളത്. ബോഡിയിൽ മിറേഴ്സൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പർ പോർഷനിലാണ് ആ ഒരു ബ്ലോക്ക് പ്രിൻറ്റിൻ്റെ ഡീറ്റെയിലിംഗ് വന്നിട്ടുള്ളത്. ആൻഡ് കോട്ടണിൽ വന്നിട്ടുള്ള ബോട്ടത്തിലും ആ ഒരു പ്രിൻറ്റ് ഡീറ്റെയിലിംഗ് വരുന്നുണ്ട് കേട്ടോ. ആൻഡ് ദുപ്പട്ട വരുന്നതും ആ ഒരു ഡബിൾ ഷെയ്ഡിലാണ് ദുപ്പട്ട പ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളത്. ഷിഫോൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ആ ഒരു ദുപ്പട്ടയും പ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് വൺ വരുന്നത് ബോട്ടിൽ ഗ്രീൻ ആൻഡ് ഗ്രേ ഷെയ്ഡാണ്.
ഇതിൽ നമുക്ക് ആ ഒരു ഗ്രേ ഷെയ്ഡിൽ വരുന്ന സൈഡിലൊക്കെ നമുക്ക് ആ ഒരു സിക്സാക്കിൻ്റെ ഒരു പാറ്റേണിലാണ് ബ്ലോക്ക് പ്രിൻറ്റ് പ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളത്. ആൻഡ് ആ ഒരു സെൻറ്റർ പോർഷനിൽ നോക്കുവാണെങ്കിൽ ആ ഒരു ലീഫിൻ്റെ പാറ്റേണിലാണ് ഒരു ബ്ലോക്ക് പ്രിൻറ്റ് വന്നിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ ലുക്ക് വരുന്നത്. ആൻഡ് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ തന്നെ വന്നിട്ടുള്ള ബോട്ടം ആൻഡ് ദുപ്പട്ട. നെക്സ്റ്റ് വൺ വരുന്നത് ഓറഞ്ച് വിത്ത് വയലറ്റ് ഷെയ്ഡാണ്. എല്ലാം കോട്ടയിൽ തന്നെ വന്നിട്ടുള്ള ഡിഫറെൻറ്റ് പ്രിൻറ്റിലാണ് നമുക്ക് ആ ഒരു സൽവാർ സെറ്റ് വന്നിട്ടുള്ളതായിട്ട്. നമുക്ക് ഇപ്പോൾ ഡെയിലി കോട്ട ആയതുകൊണ്ട് തന്നെ ഡെയിലി വെയർ യൂസിന് ഈ ഒരു സമ്മർ ടൈമിലൊക്കെ ഡെയിലി വെയർ യൂസിനൊക്കെ നമുക്ക് പറ്റിയ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു സെമി ഫംഗ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിക്കാണ് വന്നിട്ടുള്ളത്. അപ്പർ പോർഷനിൽ നോക്കുവാണെങ്കിൽ ആ ഒരു ലീഫിൻ്റെ പാറ്റേണിലാണ് ബ്ലോക്ക് പ്രിൻറ്റ് വന്നിട്ടുള്ളത്. ലോവർ പോർഷനിൽ നോക്കുവാണെങ്കിൽ ആ ഒരു ഫ്ലോറലിൻ്റെ ഒരു പ്രിൻറ്റിലാണ് വന്നിട്ടുള്ളത്. ബോട്ടം വരുന്നത് ഓറഞ്ച് ഷെയ്ഡിലാണ്, കുറച്ചൊന്ന് ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു ഓറഞ്ച് ഷെയ്ഡിലാണ് ബോട്ടം വന്നിട്ടുള്ളത്. ആൻഡ് ദുപ്പട്ട എല്ലാം ഒരു ഡബിൾ ഷെയ്ഡിലാണ് നമുക്ക് ഫുള്ളായിട്ട് ആ ഒരു സൽവാർ സെറ്റും ആയാലും ദുപ്പട്ട ആയാലും വന്നിട്ടുള്ളത്. ആൻഡ് ലാസ്റ്റ് വൺ വരുന്നത് ആ ഒരു ആഷ് ഗ്രേ ഷെയ്ഡ് ആൻഡ് യെല്ലോ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. അതിൽ നമുക്ക് സെൻറ്റർ പോർഷൻ നോക്കുവാണെങ്കിൽ ത്രൂട്ടായിട്ട് ആ ഒരു ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റും ഡീറ്റെയിലിംഗ് ആണ് ആ ഒരു സെൻറ്റർ പോർഷനിൽ വന്നിട്ടുള്ളത്. ഒരു മിറേഴ്സൊക്കെ വെച്ച് ഹൈലൈറ്റ് ചെയ്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദുപ്പട്ട ബോട്ടം. ആൻഡ് ഇതിൻ്റെ കോഡ് വരുന്നത് SBP അല്ല, SF1096 എന്ന കോഡിൽ 3059 പ്രൈസ് റേഞ്ചിൽ വന്നിട്ടുള്ള കളക്ഷൻസ് ആണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ചെക്ക് ഇറ്റ് ഔട്ട്, www.aham.store. എപ്പോഴും ഒരേ പാറ്റേണിൽ സാരി വെയർ ചെയ്യുമ്പം നമുക്ക് തന്നെ ഒന്ന് തോന്നും ഡിഫറെൻ്റ് ആയിട്ട് നമ്മളൊന്ന് സാരി വെയർ ചെയ്താലോ എന്ന്. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അതിൻ്റെ ഒരു 4 കളർ ഷീറ്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡാണ്. ഇതിൽ നമുക്ക് കുറച്ചൊന്ന് ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സാരിയിൽ ക്രോഷ ലേസ് കൊണ്ടാണ് നമുക്ക് ഈ ഒരു വർക്ക് ഫുള്ളി നമുക്ക് പ്ലേസ് ചെയ്തെടുത്തിട്ടുള്ളത്. കോട്ടയിൽ വന്നിട്ടുള്ള സാരിയാണ്. അപ്പറിലും ലോവറിലും ക്രോഷ ലേസിൻ്റെ ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. ആൻഡ് ബോഡിയിൽ നമുക്ക് സ്കാറ്റേഡ് ആയിട്ടും ത്രോട്ടായിട്ടും കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന രീതിക്കാണ് ഈ ഒരു ക്രോഷ ലേസ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഓൾറെഡി നമ്മൾ ഒരു സൽവാർ സെറ്റിൻ്റെ അൺസ്റ്റിച്ചഡ് സൽവാർ സെറ്റിൻ്റെ ദുപ്പട്ടയിൽ ഇങ്ങനെ ഒരു ക്രോഷ ലേസിൻ്റെ ഒരു പാറ്റേൺ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ വീഡിയോയിൽ. അതേപോലെ തന്നെ സ്മോളായിട്ട് വന്നിട്ടുള്ള ഒരു സർക്കിളിലാണ് ഈ ഒരു ക്രോഷ ലേസ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതിന് സ്കാറ്റേഡ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്സിൻ്റെ മിറർ വർക്കും കൂടെ ത്രൂഡായിട്ട് നമുക്ക് പോയിട്ടുണ്ട്. ആൻഡ് ലോവർ പോർഷനിലും ഈ ഒരു സെയിം ക്രോഷ ലേസിൻ്റെ പാറ്റേൺ തന്നെ ലോവർ പോർഷനിൽ നമുക്ക് പ്ലേസ് ചെയ്ത് വന്നിട്ടുണ്ട്. ആൻഡ് കുറച്ചൊന്ന് സെമി ട്രാൻസ്പെറൻ്റ് ആണ്, പക്ഷേ ഇങ്ങനെ നമ്മൾ അടിക്കക്കുത്തി എടുക്കാനാണെങ്കിലും ഓൺ ലെയർ ഇട്ട് എടുക്കാനാണെങ്കിലും ഓക്കെയാണ്. ഒരു സെമി ട്രാൻസ്പെറൻ്റ് എന്നേ ഉള്ളൂ. ആൻഡ് അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് സെപ്പറേറ്റ് ആയിട്ടാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവ്സിൻ്റെ പോർഷനിലും ഈ ഒരു ക്രോഷ ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് പീസിൻ്റെ കൂടെ നിങ്ങൾ പെയർ ചെയ്യുവാണെങ്കിലും നല്ലൊരു ലുക്ക് കിട്ടും. ആൻഡ് നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു ലാവൻഡർ ഷെയ്ഡിലാണ്. ഇതിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഈ ഒരു ബ്ലൗസ് പീസ് വന്നിട്ടുള്ളത്. ആൻഡ് ഒരു സെമി ഫങ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടാണെങ്കിലും അല്ല നമ്മൾ ഒക്കേഷൻ വെയർ ആയിട്ടാണെങ്കിലും ഒക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നൊരു കൈൻഡ് ഓഫ് സാരിയും കൂടെയാണ്. ആൻഡ് ക്രോഷ ലേസിൻ്റെ ഒരു പാനലായിട്ട് നമുക്ക് ബോഡിയിൽ നിന്ന് പോയിട്ടുണ്ട്. ആൻഡ് പല്ലുവിൻ്റെ പോർഷനിലും ഒരു സർക്കിൾ ടൈപ്പിലാണ് ഈ ഒരു ക്രോഷ ലേസ് പ്ലേസ് ചെയ്തിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്ന ഈ ഒരു മിനിമൽ ലുക്കും കൂടെയാണ് ഈ ഒരു സാരിയിൽ നമുക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ആൻഡ് തേർഡ് വൺ വരുന്നത് ഒരു മസ്റ്റർഡ് യെല്ലോ ആണ്. ആൻഡ് അതിൻ്റെ ബ്ലൗസ് പീസ് പല്ലുവിൻ്റെ പോർഷൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ദിസ് ഈസ് ദ ലുക്ക്. ആൻഡ് ലാസ്റ്റ് വൺ വരുന്നത് പിങ്ക് ഷെയ്ഡാണ്. ബ്ലൗസ് പീസ്
പ്ലീറ്റ്സ് ഒക്കെ ഉടുക്കുമ്പോഴും ഈ ഒരു സമ്മർ ടൈമിൽ ഭയങ്കര കംഫർട്ടായിട്ട് നിൽക്കുന്ന ഈ ഒരു കോട്ടയിൽ വന്നിട്ടുള്ള സാരിയും കൂടെയാണ്. പ്ലീറ്റ്സ് ഒക്കെ എടുത്ത് ഉടുക്കുമ്പോഴും നമുക്ക് നല്ലപോലെ ഒതുങ്ങി നിൽക്കുന്ന ഒരു ടൈപ്പും കൂടെയാണ്. ആൻഡ് പല്ലു. ആൻഡ് ഇതിൻ്റെ കോഡ് വരുന്നത് SF1138 എന്ന കോഡിൽ 4109 പ്രൈസ് റേഞ്ചിൽ വന്നിട്ടുള്ള സാരീസിൻ്റെ കളക്ഷൻസ് ആണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഈ ഒരു വീഡിയോൻ്റെ താഴെ ലിങ്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും.